കഴിഞ്ഞ 85 വർഷക്കാലമായി ഗുണമേന്മയും വിലക്കുറവും സെലക്ഷനും ഇഴനെയ്ത വർണ്ണവസ്ത്രങ്ങളാൽ സമൃദ്ധമാക്കിയ കേരള വസ്ത്രാലയം ഏറ്റവും പുതിയ ഫാഷൻ തുണിത്തരങ്ങളുമായി നിങ്ങളെ വരവേൽക്കുന്നു. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന 15ാമത് ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞത്തിന്റെ 7ാം ദിവസത്തെ ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ പൂർത്തിയായി. രാവിലെ ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷമാണ് യജ്ഞവേദിയിൽ ശ്രീമദ് ദേവി ഭാഗവത പാരായണവും പ്രഭാഷണവും ആരംഭിച്ചത്. സൗരയൂഥ വിവരണം മുതൽ സാവിത്രി ചരിതം വരെയുള്ള ഭാഗങ്ങളാണ് 7ാം ദിനത്തിൽ യജ്ഞവേദിയിൽ പാരായണം ചെയ്തത്. കണ്ണിലെണ്ണി കുറിച്ച് കാത്തിരിക്കുന്ന അച്ഛനും അമ്മയും ഉണ്ടായേക്കാം. കൊണ്ടുപോയി അച്ഛനെ ഒന്ന് കാണാം. ഒരുപക്ഷെ അച്ഛൻ വിഷമിച്ച് കിടക്കുകയായിരിക്കും. ആ അച്ഛനെ സ്വീകരിച്ചില്ലെങ്കിലും ആ കുട്ടിയെ ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് പോരാൻ കഴിയുന്ന തരത്തിലേക്ക് നമുക്ക് മാറാം. പക്ഷേ ആ കുട്ടികളെ കാണിച്ചു തരട്ടെ. തുടർന്ന് തുളസി പൂജ, രാഹുപൂജ, ഐക്യമത്യ സൂക്താർച്ചന എന്നിവയും വൈകിട്ട് വിദ്യാഗോപാല മന്ത്രാർച്ചന, ഗായത്രി സഹസ്രനാമ സമൂഹാർച്ചന എന്നിവയും നടന്നു. ഫലവർഗ്ഗങ്ങളും പാൽ പായസവുമായിരുന്നു പ്രധാന നിവേദ്യങ്ങൾ. പെരുമ്പാവൂർ പട്ടിമറ്റം CJR പിള്ളയുടെ നേതൃത്വത്തിലാണ് യജ്ഞപാരായണം പുരോഗമിക്കുന്നത്. നവാഹ് യജ്ഞ കമ്മിറ്റി പ്രസിഡന്റ് PR സുരേഷ് കുമാർ, സെക്രട്ടറി കൃഷ്ണകുമാർ കണ്ടേരി, ട്രഷറർ PV ഹരികൃഷ്ണൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. യജ്ഞത്തിന്റെ 8ാം ദിവസമായ ശനിയാഴ്ച ലക്ഷ്മി കല്യാണം, ദാനധർമ്മഫലം മുതൽ ഗായത്രി സ്തോത്രം വരെയുള്ള ഭാഗങ്ങളാണ് പാരായണം ചെയ്യുകയെന്ന് സംഘാടകർ അറിയിച്ചു. You are watching VCV News.